ഹായ് എവരിവൺ, ഇന്ന് ഞാൻ ഒരു സ്പൈസി പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും മിക്സ് ചെയ്ത് ചിക്കനിൽ പുരട്ടി വെക്കണം. മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറെങ്കിലും വെക്കണം. കൂടുതൽ സമയം വെക്കുകയാണെന്ന് വരികിൽ റെഫ്രിജറേറ്ററിൽ വെക്കുക. ഇനിയും പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി ഇതിലേക്ക് ഞാൻ ഒരു 4 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തത് ചേർക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സബോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, 2 എരിവുള്ള പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില ഇത്രയും ചേർത്ത് വഴറ്റണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. ഇത് വഴറ്റി എടുക്കുക. സബോളയും ഇഞ്ചിയും 5-8 മിനിറ്റോളം വഴറ്റി. ഇനി ഇതിലേക്ക് ഞാൻ പൊടികളാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ പൊടികൾ ചേർത്ത് ഒരു 3-4 മിനിറ്റ് വഴറ്റണം. പൊടികൾ ചേർത്ത് 3-4 മിനിറ്റ് വഴറ്റി. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ ടൊമാറ്റോയാണ് ചേർക്കുന്നത്. ഈ ടൊമാറ്റോ ഇതിലെ നന്നായിട്ട് വെന്തലിഞ്ഞ് ചേർക്കണം. നിങ്ങൾ വഴറ്റുമ്പോൾ എണ്ണ ആവശ്യമുണ്ടെന്ന് വരിയിൽ ഒഴിക്കണം. ഞാനൊരു സ്വല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ്. ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തു. ഈ മസാലയൊക്കെ നമുക്ക് കറിക്ക് ടേസ്റ്റ് വേണമെന്ന് വരിയിൽ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അതിന് സ്വല്പം സമയമെടുക്കും. ടൊമാറ്റോ ചേർത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം ഞാനിത് വഴറ്റിയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കുകയാണ്. ഈ അരപ്പെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ ഇളക്കി മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ ഞാനിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ചിക്കൻ വേകാൻ തുടങ്ങിയിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. മൂടി വയ്ക്കുകയാണ്. ഇനി ഒട്ടും വെള്ളം ചേർത്തില്ലെന്ന് വരികിലും ആവശ്യത്തിന് ചിക്കൻ വേകാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങും. ഉപ്പ് വേണമെന്ന് വരികിൽ ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇത് മൂടി വെച്ച് ഇനി ഒരു സ്വല്പം സമയം കൂടി വേവിക്കണം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 20 മിനിറ്റോളം ഇത് വെന്തു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിയും. ഇനി ഇതിൽ ചേർക്കുന്നത് 1 ടീസ്പൂൺ വിനിഗറാണ്. ഈ കുരുമുളക് പൊടി ഇട്ടത് കൊണ്ട് ഇതിന് നല്ല എരിവുമൊക്കെ ഉള്ളത് കൊണ്ട് ആ ഇറച്ചിയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണമെന്ന് വരികിൽ ഇതിൽ സ്വല്പം വിനിഗറാണ് ചേർക്കേണ്ടത്. കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇതുപോലെ ഇളക്കി ഡ്രൈ ആക്കണമെന്ന് വരികിൽ സ്വല്പ നേരം കൂടി വെച്ചാൽ മതി. ഇനി ഇത് ഇപ്പോൾ ഇതിൽ അധികം വെള്ളമില്ല. ഇനി ഇത് ഒന്നും കൂടി ഡ്രൈ ആകും. പെപ്പർ ചിക്കൻ റെഡിയായി. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ നാടൻ രീതിയിലുള്ള റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.